എല്ലാം ഓൺലൈനിലോട്ട് വരികയാണ്. പഴയ പോലെ ഓഫ്ലൈനായിട്ട് ചെയ്യുന്ന സിസ്റ്റം ഒരു കാര്യത്തിന് ഓഫീസിൽ ഡയറക്റ്റ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. അതിന് സാധ്യത മനസ്സിലാക്കി, പിന്നെ അതല്ല ഏറ്റവും കാരണം മറ്റൊന്നുമല്ല, കാരണം ഒരു കമ്പ്യൂട്ടർ ഒരു പ്രിന്റർ ഉണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാമെന്നുള്ളതാണ്. ബിസിനസ് ചെയ്യാം. ആ സമയത്ത് തന്നെ എനിക്ക് സേവിങ്സും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും കാര്യം ഒരു എമൗണ്ട് വന്നാൽ അതിന് കണക്കായിട്ടുള്ള കാര്യങ്ങൾ അതിന് മുന്നേ വരും, ഓട്ടോമാറ്റിക് വന്നോളും. ഇപ്പോഴും തന്നെ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോഴത്തേനും ഒരു എമൗണ്ട് ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനായ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. അതായത് ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുക, ആ രീതിയിൽ ഞാൻ ഇതോട്ടും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ആ ചെറിയ ജനസേവന കേന്ദ്രം ഒരെണ്ണം തുടങ്ങിയപ്പോൾ തന്നെ ആൾക്കാർ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നെല്ലാം ചോദിച്ചു എന്നോട് കുറെ പറഞ്ഞ ടീമുണ്ട്. പക്ഷെ അതിലൂടെയാണ് അതൊരു സ്റ്റാർട്ടിങ് ആയിരുന്നു. ഏതൊരു കമ്പനിയുടെ സർവീസുകളോ അല്ലെ പ്രൊഡക്റ്റുകളോ ഞങ്ങളുടെ ഈ മിത്രം സെന്റർ വഴി വിൽക്കാൻ പറ്റും. ആ രീതിയിലോട്ട് വരാനാണ് ഉദ്ദേശം. കാരണം പല ആൾക്കും പല സർവീസുകൾ അവരുടെ കയ്യിൽ ഉണ്ടാവും. പക്ഷെ കേരളത്തിൽ മുഴുവൻ അത് മാർക്കറ്റ് ചെയ്യണ ലക്ഷങ്ങളും കോടികളും വേണം. ആ സമയത്ത് ആ കാര്യം ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യും. എന്താണ് ചെയ്യണമെന്നൊരു തീരുമാനമുണ്ട്, ഇറങ്ങി ചെയ്യുക എന്നുള്ളൊരു, കാരണം എല്ലാം റെഡി ആയതിനു ശേഷം നടക്കില്ല. പക്ഷെ ചെറുതായിട്ടുള്ള ചെയ്യാൻ ശ്രമിക്കുക, അതാണ് ഞാൻ പറയാം. പിന്നെ മറ്റുള്ളവർ കൂടുതൽ സഹായിക്കും എന്നൊരു തോന്നൽ അതും ഒഴിവാക്കുക ശരിക്കും പറഞ്ഞാൽ. കാരണം കൂടുതൽ ആൾക്കാർ ഫണ്ട് വേട്ട, അവർ സഹായിക്കും ഇവർ സഹായിക്കും അങ്ങനെ തോന്നി വെക്കാതെ നമ്മളായിട്ട് തുടങ്ങുക. ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഷാഹന. വെൽക്കം ടു വെൽത്തി സ്പോട്ട്ലൈറ്റ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരു പ്രിയപ്പെട്ട നമ്മുടെ ഒരു ഗസ്റ്റാണ്. വളരെ സാധാരണപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. ഒരു കമ്പനിയിൽ നിന്ന് തുടങ്ങി ഇന്ന് 2600-ലധികം ഫ്രാഞ്ചൈസികളുള്ള ഒരു വലിയ ബിസിനസ് മാഗ്നറ്റാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റ്. മറ്റാരുമല്ല, സന്തോഷ് ഈ മിത്രമാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. സന്തോഷ് ചേട്ടാ, വെൽക്കം ടു ഷോ. താങ്ക് യു. ഈ മിത്രം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓണറാണ് അല്ലേ? ഈ മിത്രവും ഈ മിത്രായും ഒന്ന് തന്നെയാണോ? അല്ല, തീർച്ചയായും വ്യത്യാസമാണ്. ആണ്. ഓക്കെ. അപ്പോൾ ഈ മിത്ര നമ്മുടെ ഈ മിത്രത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാ? അതെ, അതാണ്. ആണല്ലേ? അപ്പോൾ നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല. ഓക്കെ. ഒന്നിൽ തുടങ്ങി ഇപ്പോൾ 2000-ലധികം ഫ്രാഞ്ചൈസികളുണ്ട് ഈ മിത്രയ്ക്ക് അല്ലേ? എങ്ങനെയാണ് ഈ മിത്രത്തിന് എനിക്ക് എന്നെ തെറ്റിപ്പോയി, അപ്പോൾ പിന്നെ പറയണ്ട, എല്ലാവർക്കും തെറ്റും കേട്ടോ. ഓക്കെ. ഈ മിത്രം ഒന്നിൽ തുടങ്ങി 2000-ലധികം ഫ്രാഞ്ചൈസികൾ. എങ്ങനെയാണ് നമ്മുടെ ഈ മിത്രത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു കമ്മിങ്, ഒരു വളർച്ച, കമ്മിങ് എന്നല്ല, ഒരു വളർച്ച വന്നത്? ശരിക്കും ഞാൻ ഈ മിത്രം തുടങ്ങിയതിൻ്റെ കാരണം, ഞാനൊരു ജനസേവന കേന്ദ്രം എൻ്റെ നാട്ടിൽ ചെയ്തിരുന്നു. അപ്പോഴുണ്ടായ എൻ്റെ ബുദ്ധിമുട്ട്, അതായത് ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അത് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ട്. കാരണം അതിന് കൃത്യമായ ട്രെയിനിങ് വേണം, ബാക്കിൻ്റെ സപ്പോർട്ട് വേണം, എങ്കിൽ മാത്രമാണ് ഒരു സ്ഥാപനം മുന്നോട്ട് പോകുള്ളൂ. അന്നേരം ഞാൻ കുറേ കഷ്ടപ്പെട്ടിരുന്നു. കാരണം യൂട്യൂബെല്ലാം കയറി നോക്കി പലതും പഠിക്കും. ചിലപ്പോൾ അത് ചെയ്തു പോകുമ്പോൾ ഇത് പൂർത്തിയാകാതെ വരും. അന്നേരം നമ്മൾ ഈ സർക്കാർ സേവനങ്ങളായതുകൊണ്ട് സർക്കാരിൻ്റെ ഓഫീസിലോട്ട് ഡയറക്റ്റ് വിളിച്ചു ചോദിച്ചാൽ അവർക്കത് കൃത്യമായി പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം സിസ്റ്റമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർക്ക് അവിടെ ഉണ്ടാകുക, അതുകൊണ്ട് പറ്റില്ല. അന്നേരം നമ്മൾ കുറേ ബുദ്ധിമുട്ടി. അങ്ങനെ കുറേ നാൾ കൊണ്ട് പഠിച്ച് ശരിയായി. അന്നേരം കുറേ പേയ്മെൻറ്റ് കാര്യങ്ങളും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് എൻ്റെ കയ്യിൽ നിന്ന് പോയിരുന്നു, നഷ്ടപ്പെട്ടു പോയിരുന്നു. അത് തിരിച്ച് കിട്ടുകയില്ല. അങ്ങനെ എനിക്കൊരു കുറേ ബുദ്ധിമുട്ടുണ്ടായി. അന്നേരം എനിക്ക് മനസ്സിലായി, ഇങ്ങനെ ഈ സംഭവം ചെയ്യാൻ കുറേ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ആ സ്ഥാപനത്തിൽ ചെന്നിട്ടുണ്ടായ ബുദ്ധിമുട്ടാണ് പറയുന്നത്. അതായത് എനിക്കുണ്ടായ ബുദ്ധിമുട്ട് മറ്റുള്ളവരുടെ ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അന്നേരം അങ്ങനെ ഉണ്ടാതിരിക്കാൻ വേണ്ടി അവരുടെ ബിസിനസ് നന്നാക്കി നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. അതൊരു വല്ലാത്തൊരു ഐഡിയ ആണ്. അതായത് നമ്മൾ പൊതുവെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അത് നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുക. പക്ഷേ സന്തോഷിനെ സംബന്ധിച്ച് ഈ മിത്രം എന്നൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ 2000-ലധികം ഫ്രാഞ്ചൈസികൾ, ഒരുപാട് ബിസിനസ് ആൾക്കാരെ പ്രൊമോട്ട് ചെയ്തിരിക്കണം. ഒരുപാട്, ഓൾമോസ്റ്റ് ഇപ്പോൾ എത്ര ഫ്രാഞ്ചൈസികൾ നമുക്കുണ്ട്? 2600 ഫ്രാഞ്ചൈസി ഉണ്ട്. കേരളത്തിൽ മാത്രമേ? തമിഴ്നാട്ടിലും സ്റ്റാർട്ട് ചെയ്തു. തമിഴ്നാട്ടിൽ. അപ്പോൾ ഒരുപാട് ഓൺട്രപ്രണേഴ്സ് വളർന്നു വരുവാണ്. ഈ ഒരു ഐഡിയയിലേക്ക് ഇറങ്ങിയപ്പോൾ എന്തൊക്കെ സ്ട്രഗിൾസാണ് ചേട്ടന് ഫേസ് ചെയ്യേണ്ടത് വന്നത്? അത് ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞാനൊരു സാധാരണ ഒരു ജോലിക്കാരനായിരുന്നു, ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അന്നേരം അതിൽ ബിസിനസ്സിൻ്റെ ഒരു സിസ്റ്റം, ഇത് IT ബിസിനസ്, ഒരു IT ആയിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ടായിരുന്നു. പിന്നെ ആ രീതിയിലോട്ട് വരാൻ തന്നെ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ്റെ മെൻറ്റാലിറ്റി വേണം. അതൊരു ചെറിയൊരു ക്ലാസ്സിനെ കിട്ടിയിരുന്നു. ആ തുടക്കത്തിൽ കിട്ടിയില്ല, കുറച്ച് പിന്നീട് കിട്ടിയിരുന്നു. കാരണം ഒരു റൂട്ട് സെറ്റ് കണ്ണൂർ തന്നെയുള്ളൊരു സ്ഥാപനമുണ്ട്. അവിടെ തന്നെ സൗജന്യമായിട്ട് തന്നെ ഒരു പ്രോഗ്രാമായിരുന്നു. ഒരു 13 ദിവസം ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. ആ കോഴ്സിന് ബിസിനസ് മാനേജ്മെൻറ്റ് കോഴ്സ്. അപ്പോഴാണ് നമുക്ക് ബ്രാൻഡിങ് എന്താണ്,
എങ്ങനെയാണ് മാർക്കറ്റിംഗ്, പ്രൊമോഷൻ എന്താണ്, ഇതൊക്കെ പഠിക്കാൻ പറ്റി. അതോടെ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് ഇന്ന് ഇത്രയും സക്സസ്സിലേക്ക്, ഒരു വലിയൊരു സക്സസ്സിലേക്ക് എത്താൻ തീർച്ചയായും റൂട്ട് സെറ്റ് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ സാധാരണക്കാരനിൽ നിന്ന് ഇന്നൊരു വലിയൊരു ഓൺട്രപ്രണർ, ഒരു വലിയൊരു റവന്യൂ, ഒരു വലിയൊരു ഓൺട്രപ്രണർ ആയിരിക്കുകയാണ്. സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ ചേട്ടൻ വിദ്യാഭ്യാസം തന്നെ ചേട്ടൻ്റെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പിന്നീടാണ് SSLC കംപ്ലീറ്റ് ചെയ്യുന്നത്. 7th വരെ ആണെന്ന് തോന്നുന്നു. അന്ന് 9ാം ക്ലാസ് 3 മാസം പഠിച്ചിരുന്നു, പിന്നെ അത് നിർത്തി ജോലി ചെയ്തു അല്ലേ? 14 വർഷത്തോളം ജോലി ചെയ്തു. അപ്പൊ ഈ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു ചേട്ടൻ ഫേസ് ചെയ്തിരുന്നത്? ശരിക്കും എനിക്ക് എന്ത് ജോലി ചെയ്തപ്പോഴും ഞാൻ അതിലൊരു ബിസിനസ് കണ്ടെത്തിയിരുന്നു. കാരണം ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ പെയിൻറ്റിങ് പണിയെടുക്കുമ്പോൾ തന്നെ ഞാനത് കുറച്ച് പണി പഠിച്ചതിന് ശേഷം ഞാൻ കരാറെടുത്ത് ആൾക്കാരെ വെച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ കൃഷിപ്പണിയാണ് ആദ്യം എടുത്തത്. കൃഷിപ്പണി എടുക്കുമ്പോൾ തന്നെ ഞാൻ ചെയ്തേക്കുന്നത് ആദ്യം ഞാൻ പണി പഠിച്ചതിന് ശേഷം ഞാൻ കുറച്ച് ആൾക്കാരെ വെച്ച്, വലിയ കുറച്ച് ചേട്ടന്മാരെല്ലാം എൻ്റെ കൂടെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് എല്ലാത്തിലും ഒരു എന്താ പറയുക, ഒരു ബിസിനസ് മൈൻഡ് അവിടെ ഉണ്ടായിരുന്നു അല്ലേ? കാരണം അതിൻ്റെ ചിന്താഗതി മറ്റൊന്നുമല്ല. കാരണം ഞാൻ തന്നെ പണിയെടുത്താൽ എനിക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിൻ്റെ ഒരു അളവ് എനിക്കറിയാമല്ലോ. അത് എത്ര ദിവസം എടുത്താലും, ഇപ്പം 1000 ദിവസം ഞാൻ പണിയെടുത്താലും ആ രീതിയിലേ കിട്ടുള്ളൂ. പിന്നെ മറ്റുള്ളവർ മൾട്ടിപ്ലിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെയും കൂടെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വരുമാനം നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഒരാളേക്കാൾ കൂടുതൽ ആഞ്ഞു പിടിച്ചാൽ എന്താ നമുക്ക് മലയും പോരും എന്ന് പറയുന്ന പോലെ. അതെ, അതുകൊണ്ട് അതൊരു ചിന്തയാണ്. കാരണം ഞാൻ ബിസിനസ്സിലോട്ട് വരാൻ തന്നെ കാരണം ഈ സാധാരണ ജോലി ചെയ്യുന്നവർക്ക് അവർ ഒരു അവസാനം വെച്ച് നോക്കുമ്പോൾ ഒരു വീടുണ്ടാക്കി, ഒരു കാറുണ്ടാക്കി, അതിനപ്പുറത്തോട്ട് വേറെ ഒന്നും കൂടുതൽ ഉണ്ടാക്കാൻ ചിലവർക്ക് പറ്റുന്നില്ല. ചിലവർ അതിൽ കൂടെ ഉണ്ടാക്കിയവരുണ്ട്. പക്ഷേ സാധാരണക്കാരങ്ങനെയാണ്. അന്നേരം പൈസ ഉണ്ടാക്കിയവരെ നമ്മൾ നോക്കുമ്പോൾ അവരെന്തെങ്കിലും 1, 2, 3 കാര്യങ്ങൾ ചെയ്തിട്ടും പിന്നെ കുറേ ആൾക്കാരെ വെച്ച് പല കാര്യങ്ങളും ചെയ്യുന്നവരാണ്, റിസ്ക് എടുത്ത് ചെയ്യുന്നവരാണ് വരുമാനം കൂടുതൽ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ബിസിനസ്സിലോട്ട് കടന്നത്. അപ്പോൾ ഈ 14 വർഷത്തിന് ശേഷം, മാരേജിന് ശേഷമായിരുന്നു ചേട്ടൻ SSLC വിദ്യാഭ്യാസം എടുത്തത്, അതോ അതിന് മുമ്പായിരുന്നു? കല്യാണം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം. അപ്പോൾ ഭാര്യയുടെ അടുത്തുനിന്നുണ്ടായിരുന്ന എങ്ങനെയായിരുന്നു സപ്പോർട്ട്? ഇവരറിയുന്നില്ല. ഞാൻ വേറെ പണി, അന്ന് ആ സമയത്ത് പണിയായിരുന്നു. കാരണം ഞാൻ പണിക്ക് പോകും. അതിനുശേഷം 5:30 തൊട്ട് 5:30 കഴിഞ്ഞതിന് ശേഷം നേരെ തളിപ്പറമ്പിലാണ് ഒരു കോളേജിലാണ് പഠിച്ചത്. നൈറ്റ് ബാച്ച് 6 മണി തൊട്ട് 8 മണി വരെയാണ്. പണിയിൽ പോയക്കോ എന്നായിരിക്കും വൈഫ് വിചാരിച്ചത്. പിന്നീട് ഇത് നടന്നു എന്ന് അറിഞ്ഞപ്പോ എന്താ പറഞ്ഞേ? നടന്നപ്പം വളരെ സന്തോഷമായിരുന്നു. കാരണം പിന്നെ അവർക്കും അതിനെക്കുറിച്ച് ഇതെല്ലാം വിട്ടുള്ളൂ, നമ്മളെ കുറിച്ചുള്ള ധാരണ. കാരണം 9ാം ക്ലാസ്സിൽ പെടുന്ന ഈ 14 വർഷം 15 വർഷം കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു പിന്നെ പഠിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. അതെ. അപ്പൊ വൈഫ് പിന്നീട് അറിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു റിയാക്ഷൻ? നിങ്ങൾ SSLC ജയിച്ചില്ലേ എന്ന് പറയുമ്പോ എന്തായിരുന്നു റിയാക്ഷൻ? കുഴപ്പമില്ല, പിള്ളേരെ കൂടെ ഒരുമിച്ച് എഴുതിയാൽ മതിയില്ലെന്നെല്ലാം ചോദിച്ച് കളിയാക്കലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്ത്? അതായത് SSLC എക്സാം പഠിച്ച സമയത്തും ബാച്ചിന് ക്ലാസ് പോയ സമയത്തും ബോർഡ് എക്സാമാണ്, നമ്മുടെ അടിസ്ഥാനമാണ് SSLC. അപ്പം എക്സാമിന് ഇരിക്കുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു? എക്സാമിന് കാരണം കല്യാണം എല്ലാം കഴിച്ച് വലിയ മീശക്കാരനെല്ലാം ആയിട്ടാണ് SSLC എഴുതാൻ പോയത്. SSLC എഴുതാൻ പോകുമ്പോൾ തന്നെ ഫസ്റ്റ് മറ്റേത് നൈറ്റ് ബാച്ച് കോളേജിൽ നിന്നാണ് പഠിക്കുന്നത്. അതിനുശേഷം SSLC എഴുതാൻ പോയപ്പോൾ തന്നെ എല്ലാവരും, ഞാൻ നേരെ ഹാളിലോട്ട് കയറുന്നു. കയറി ചെന്ന അവിടെ എല്ലാവരും ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും പേടിച്ച് നിൽക്കുന്നു, മാഷാണെന്ന് വെച്ചിട്ട്. ഞാൻ പതുക്കെ മുന്നോട്ട് പോയി. മുന്നിൽ നോക്കും വലതുവശത്താണ് എൻ്റെ സീറ്റ്. നേരെ അവിടെ പോയി ഇരുന്നപ്പോൾ കുട്ടികളെല്ലാം ചിരിയായിരുന്നു. അതെ, മാഷല്ലാ സ്റ്റുഡൻ്റ് ആണെന്നുള്ളത്. അപ്പൊ ചേട്ടൻ ആ റിയാക്ഷൻ എങ്ങനെ? ചേട്ടനും അവരോട് ചിരിച്ചു തന്നെയായിരുന്നു അതോ ചമ്മിപ്പോയല്ലോ? വേറെ ശരിക്കും അവരോട് വന്നപ്പോ ആദ്യം കുറച്ച് ഗൗരവത്തിൽ തന്നെ ഇരിക്കാനെല്ലാം പറഞ്ഞു. എല്ലാവരും പതുക്കെ ഇരുന്നു. മറ്റേ സിനിമയിലൊക്കെ കിടന്നില്ല, എല്ലാവരും ഇരുന്നു പറഞ്ഞു. പിന്നെ അവിടെ പോയി ഞാൻ പോയിരുന്നപ്പോൾ അവര് ചിരിയോട്. ശരിക്കും നല്ല മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ് ആണ്. പക്ഷെ അത് അങ്ങനെ SSLC എടുക്കുന്നതിന് മറ്റൊരാൾക്ക് ഇൻസ്പിറേഷനാണ്. പകുതിക്ക് വെച്ച് പഠിത്തം മുടങ്ങിപ്പോയി ഒരുപാട് പേർക്കുള്ള ഒരു ഇൻസ്പിറേഷനാണ് സന്തോഷ് ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. ജോലിയിലായിക്കോട്ടെ, വിദ്യാഭ്യാസത്തിലായിക്കോട്ടെ, അല്ലേ? ഇതിൻ്റെ ഇടയ്ക്ക് ഈ മിത്രം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വേറെ എന്തെല്ലാം ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ബിസിനസ് സ്ക്രീൻ പ്രിന്റിംഗ് ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ ബിസിനസ്സായിട്ടുള്ള, അതായത് കരാർ അടിസ്ഥാനത്തിൽ തൊഴിലെടുത്തിട്ട് കുറച്ച് ആൾക്കാരെ വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബിസിനസ്സായിട്ട് ചെയ്തത് റബ്ബറിൻ്റെ സ്ലോട്ടറിങ് ആണ്. അത് വളരെ നഷ്ടത്തിലായിരുന്നു. അതിൽ കുറച്ചൊരു 10-30 ലക്ഷം രൂപയോളം കടം വന്നു, ബാധ്യതയാക്കി. കുറച്ച് പലിശക്കെല്ലാം ക്യാഷ് എടുത്തത്
ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. 2011 കാലഘട്ടത്തിൽ റബ്ബറിന് വില കുറഞ്ഞു. 2010-11 കാലഘട്ടത്തിൽ. അന്നേരം ഞാൻ സ്ലോട്ട് എടുക്കുന്നതാണ് വലിയ എമൗണ്ടിന് എടുത്തിരുന്നത്. അത് അപ്പോൾ ആ ക്യാഷ് പെട്ടെന്ന് തന്നെ ഭയങ്കര നഷ്ടം വന്നു, ലോസ് വന്നു. നേർപകുതി എമൗണ്ടിലോടും വന്നു. അങ്ങനെ കുറേ ബാധ്യത വന്നിരുന്നു. ആ സമയത്താണോ ഈ വിദേശ യാത്ര, വിദേശത്തോട്ട് ജോലിക്ക് പോകുന്നതും ഒക്കെ? ആ, വിദേശത്തോട്ട് ജോലിക്ക് പോകണം. എന്നിട്ടും അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അല്ലേ? കാരണം മറ്റൊന്നുമല്ല, അവിടെ ഗൾഫിൽ വന്നപ്പോൾ ഞാൻ അവിടുത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. കാരണം അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇപ്പം കുറേ പ്രായമുള്ള 10-55 വയസ്സുള്ള ആൾക്കാർ അവിടെ വന്നു, വീടുണ്ടാക്കി, മക്കളെ കല്യാണം കഴിച്ച് വിട്ടു. ഇങ്ങനെ ലാസ്റ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം പരിപാടിയെല്ലാം നിർത്തി പിന്നെ നാട്ടിലോട്ട് പോന്നു. അതിനുശേഷം ഒരു 4-5 മാസം നാട്ടിൽ നിന്ന ശേഷം പിന്നെയും തിരിച്ചു വരികയാണ്. അവരുടെ ഈ 60 വർഷം ഉണ്ടെങ്കിൽ 60 വർഷത്തിൽ ഗൾഫിലാണ്, 1-2 കൊല്ലം നാട്ടിൽ ഒഴിച്ചല്ലേ? കാരണം മറ്റു കാര്യങ്ങൾ അവർ ആ കാര്യത്തിന് വേണ്ടി മാത്രം ഇവിടെ വരുന്നു, ആ ജീവിതം ആ രീതിയിൽ. പിന്നെ അതുമല്ലാതെ തന്നെ ഞാൻ ജോലി ചെയ്ത കമ്പനിയിൽ തന്നെ ബിടെക്കുകാരെല്ലാം സാധാരണ ജോലികൾ ചെയ്യുന്നു. കാരണം നാട്ടിലെ തൊഴിലില്ലാത്തതുകൊണ്ടാണ് അത് വരുന്നത്. അങ്ങനെ തോന്നിയപ്പം വിചാരിച്ചു പിന്നെ രക്ഷയില്ല. കാരണം എൻ്റെ കുറച്ച് ബാധ്യതയെല്ലാം ഞാൻ കുറച്ച് നൈറ്റും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഓവർ ടൈമെല്ലാം എടുത്ത് ഞാൻ കുറച്ച് വരുമാനം ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം എൻ്റെ ബാധ്യതയെല്ലാം തീർത്തതിന് ശേഷം നാട്ടിൽ വന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് തീരുമാനിച്ചു. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് നാട്ടിൽ വന്നാൽ മതി എന്നല്ലേ? അപ്പോൾ ആ സമയത്ത് അവിടുന്ന് നാട്ടിലേക്ക് വരുന്നു, അവിടുന്ന് ഇതേപോലെ ജനസേവനത്തിൽ ചേരുന്നു, തൃപ്തിപ്പെടാതെ വരുന്നു, ഈ മിത്രം തുടങ്ങി. അതായത് നാട്ടിൽ വന്നു ഈ ജനസേവനമൊക്കെ ഒന്നും തുടങ്ങാനുള്ള കാരണം ആ സമയത്ത് ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഓൺലൈനിലോട്ട് വരികയാണ്. പഴയ പോലെ ഓഫ്ലൈനായിട്ട് ചെയ്യുന്ന സിസ്റ്റം ഒരു കാര്യത്തിന് ഓഫീസിൽ ഡയറക്റ്റായിട്ട് പോകേണ്ട ആവശ്യമില്ല. അതിൻ്റെ സാധ്യത മനസ്സിലാക്കി. പിന്നെ അതല്ല ഏറ്റവും കാരണം മറ്റൊന്നുമല്ല, കാരണം ഒരു കമ്പ്യൂട്ടർ, ഒരു പ്രിൻ്റർ ഉണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാമെന്നുള്ളതാണ്. ബിസിനസ് ചെയ്യാം. കാരണം ഓൾറെഡി ലാപ്ടോപ്പ് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് വെച്ച് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആദ്യം ഫസ്റ്റ് നമ്മുടെ ഈ മിത്രം എവിടെ ചേട്ടൻ സ്റ്റാർട്ട് ചെയ്തത്? കണ്ണൂർ തന്നെയാണോ? കണ്ണൂർ തന്നെ. യെസ്. ഫസ്റ്റ് അങ്ങനെ ആ ഒരു ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് എത്രത്തോളം സക്സസ് ആയിരുന്നു? ഫസ്റ്റ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് അതൊരു ഈ മിത്രം എന്നൊരു ജനസേവന കേന്ദ്രം തുടങ്ങിയപ്പം എനിക്ക് ആദ്യത്തെ കുറച്ച് നാളൊരു 3 മാസമാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം തന്നെ ഒരു 3 മാസം ഏത് ബിസിനസ് ചെയ്താലും അറിയാമല്ലോ, ഒരു ബിസിനസ് സ്റ്റാർട്ടിങ്ങിലോട്ട് ആൾ അറിഞ്ഞു വരാൻ ഒരു 3 മാസം പിടിക്കും. അതിനുശേഷം എനിക്ക് നന്നായി കുഴപ്പമില്ലായിരുന്നു. പിന്നെ എനിക്ക് ആ സ്ഥാപനം എനിക്ക് പെട്ടെന്ന് വിൽക്കാൻ പറ്റി നല്ല എമൗണ്ടിന്. കാരണം ഞാനൊരു വർഷത്തിനുള്ളിൽ തന്നെ എനിക്കത് മറ്റുള്ളവർ വിൽക്കാൻ പറ്റി. കാരണം നല്ലൊരു ബിസിനസ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ആൾ വന്നത് വിലക്ക് വാങ്ങുകയും ചെയ്തേ. അതിലൊരു എമൗണ്ട് കിട്ടുകയും ചെയ്തു എനിക്ക്. എന്നിട്ടാണ് ചേട്ടൻ ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നത്. ഓക്കെ. അപ്പം ഈ മിത്രം വന്നു. ഈ വർഷങ്ങൾക്കിടയിൽ, അതായത് ചേട്ടൻ പഠിച്ചതും വളർന്നതും എല്ലാ സാഹചര്യത്തിലും ഏറ്റവും വില്ലനായി നിന്ന, സിനിമയിലെ വില്ലൻ എന്ന് പറയുന്ന പോലെ ജീവിതത്തിലെ ഏറ്റവും അധികം വില്ലനായി നിന്നത് ആരായിരുന്നു? സാമ്പത്തികം തന്നെ ആയിരുന്നോ? തീർച്ചയായും സാമ്പത്തികം ഒരു പ്രശ്നം തന്നെ ആയിരുന്നു. പിന്നെ സാമ്പത്തികം പ്രശ്നമാണെങ്കിലും പിന്നെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കാറുണ്ടായിരുന്നു. നമ്മൾ ഇപ്പുറത്തൂടെ ജോലി ചെയ്തായിക്കോട്ടെ എല്ലാ രീതിയിലും സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ ഒരു ബാധ്യത വന്നപ്പോഴാണെങ്കിലും കൂടുതൽ വർക്ക് ചെയ്ത് പല കാര്യങ്ങളും ചെയ്ത് അത് തീർക്കാൻ വേണ്ടി നോക്കിയിരുന്നു. എന്നാൽ ഇന്ന് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടും ഇല്ലാത്ത സന്തോഷേട്ടനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു വ്യക്തിയുടെ, അതായത് ഒരു പേഴ്സൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ്? അതിപ്പം പറയുകയാണെങ്കിൽ എന്താ പറയുക, ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ കാര്യവും പെട്ടെന്ന് എടുത്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ആഗ്രഹിച്ച സാധനം എടുത്ത് മേടിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെ അല്ല, ചേട്ടൻ്റെ പോയിന്റിൽ പറഞ്ഞാൽ മതി. എനിക്ക് അങ്ങനത്തെ കാര്യമില്ല. കാരണം ഏതൊരു ആൾക്കാർ വന്നാലും എന്തെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ ഒരു കാര്യങ്ങൾ ചെയ്തു, നമ്മുടെ കയ്യിൽ പണം ഉണ്ടാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും ഒരു ഫ്രീ നിൽക്കില്ല. ഒരു എമൗണ്ട് കിട്ടിയാൽ ആ എമൗണ്ട് നിൽക്കുന്നത് അല്ല ശരിക്കും. ഇതിനൊരു ലിമിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും ക്യാഷ് ഉണ്ടാക്കിയവരും അതിന് ശേഷം ക്യാഷ് ഉണ്ടാക്കിയ ശേഷം ഒന്നും ചെയ്യാതിരിക്കുന്നില്ലോ, പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ.
എനിക്ക് അതിൻ്റെ ഒരു കാര്യത്തിൽ വ്യക്തമായിട്ട് പറയാൻ അറിയില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ. ചേട്ടനിപ്പം ഈ പറഞ്ഞ പോലെ ഈ മിത്രം മാത്രമാണോ നമ്മുടെ ബിസിനസ്, അതല്ലാതെ വേറെ എന്തൊക്കെ ബിസിനസ് മേഖലയിലോട്ടാണ് കടന്നിരിക്കുന്നത്? നമ്മളെ സ്വന്തം ഈ മിത്രം വഴി ഈ മിത്രത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഈ മിത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു 2028 ആകുമ്പോഴത്തേനും ഒരു 5000-6000 ഫ്രാഞ്ചൈസി കേരളത്തിലുണ്ടാക്കി ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ഹബ്ബ് അല്ലെങ്കിൽ സർവീസ് ലോഞ്ച് ഹബ്ബായിട്ട് മാറാൻ. അതായത് ഏതൊരു കമ്പനിയുടെ സർവീസുകളോ അല്ലെ പ്രൊഡക്റ്റുകളോ ഞങ്ങളുടെ ഈ മിത്രം സെൻറ്റർ വഴി വിൽക്കാൻ പറ്റും. ആ രീതിയിലോട്ട് വരാനാണ് ഉദ്ദേശം. കാരണം പല ആൾക്കും പല സർവീസുകൾ അവരുടെ കയ്യിലുണ്ടാവും. പക്ഷേ കേരളത്തിൽ മുഴുവൻ അത് മാർക്കറ്റ് ചെയ്യണ ലക്ഷങ്ങളും കോടികളും വേണം. ആ സമയത്ത് ആ കാര്യം ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യും. കാരണം ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ എല്ലാ സെൻറ്ററുകളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകുന്നതാണ്. അവരുടെ പ്രൊഡക്റ്റോ അവരുടെ സർവീസോ അതെന്താണ് നമ്മൾ നേരെ എന്ത് ചെയ്യും, ഈ സെൻറ്ററുകളിലോട്ട് കൃത്യമായി അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കും. അതിനുശേഷം ആ സെൻറ്ററിൽ നിന്ന് ഇത് പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറയുന്നത് ഇൻഷുറൻസ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ആ സാധാരണ രീതിയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ലക്ഷങ്ങളും കോടികളും അവർക്ക് ചിലവാകും. ആ സമയം ഞങ്ങളിലൂടെ വരികയാണ്. ഞങ്ങളുടെ ഒരു സെൻറ്ററിൽ ഒരു ദിവസം 50 തൊട്ട് 100 ആൾ കയറി ഇറങ്ങുന്നതാണല്ലോ. അവിടെ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളും അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അദ്ദേഹം ഈ ആൾക്കാരോട് സംസാരിക്കുമല്ലോ. അങ്ങനെ പല കാര്യങ്ങളും സർവീസുകളും എല്ലാം നമ്മൾ ത്രൂ നടത്താൻ പറ്റണം. അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം തന്നെ. അതാണ് ഈ മിത്രത്തിൻ്റെ ഇനി 2028 സക്സസിലേക്ക് എത്താൻ പോകുന്ന ലക്ഷ്യം അല്ലേ? ഇപ്പോൾ ഈ നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തെ പറ്റി പറഞ്ഞ പോലെ അല്ലെങ്കിൽ മാനേജബിലിറ്റിനെ പറ്റി പറഞ്ഞ പോലെ ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സേവിങ്സ്. ചേട്ടൻ തന്നെ ചെറുപ്പത്തിൽ ജോലി ചെയ്ത് കാശുണ്ടാക്കിയ സേവിങ്സ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എത്രത്തോളമാണ് നമ്മുടെ സേവിങ്സ് നമ്മളെ ഹെൽപ്ഫുൾ ചെയ്യുന്നത്? അത് സേവിങ്സ് സാധാരണ ബാങ്കിൽ ഒരു ഡിപ്പോസിറ്റ് ആയിട്ട് ഇടുന്നതിൻ്റെ ഒരു അസറ്റായ രീതിയിൽ അപ്പം വളരുന്ന രീതിയിലുള്ളൊരു ആ രീതിയിലാണ് എനിക്കൊരു പ്ലാൻ ഉള്ളത്. അതിനോട് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഈ ആൻസർ ചേട്ടൻ അന്നത്തെ കാലത്ത് വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞാലും എനിക്കൊന്നും അതായിരിക്കും കുറച്ചും കൂടെ നമുക്കും എന്താ പറയുക സ്വീകരിക്കാൻ എന്നല്ല, നമുക്ക് ഇമോഷണലി ടച്ച് ആവുന്നത്. കാരണം ഇന്നിപ്പോൾ സക്സസ് ആയ ഒരു ബിസിനസ് മാനാണ്, ബട്ട് അന്ന് സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ്. ആ ടൈമിൽ ചേട്ടൻ എത്രത്തോളം സേവിങ്സ് വെച്ചു? ആ സമയത്ത് തന്നെ എനിക്ക് സേവിങ്സും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും കാര്യമായിട്ട് എമൗണ്ട് വന്നാൽ അതിന് കണക്കായിട്ടുള്ള കാര്യങ്ങൾ അതിന് മുന്നേ വരും, ഓട്ടോമാറ്റിക് വന്നോളും. ഇപ്പോഴും തന്നെ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോഴത്തേനും ഒരു എമൗണ്ട് ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനായ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. അതായത് അതൊരു ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുക ആ രീതിയിൽ ഞാൻ ഇതോട്ടും ചെയ്തിട്ടില്ല. ഒരു പുതിയൊരു കാര്യത്തിലോട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ്മെന്റ് അത് ശരി, ആ രീതിയിലാണ് ചെയ്യുള്ളൂ. അപ്പം എങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ചേട്ടനുള്ളത്? അതായത് മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? അങ്ങനല്ല, ഞാൻ കൂടുതലും സ്ഥലങ്ങള് കാര്യങ്ങൾ അതാണ് അങ്ങനെയോട്ടാണ് നമ്മൾ. കാരണം പിന്നെ നമ്മുടെ തന്നെ ഇപ്പൊ തന്നെ ഞങ്ങൾ ഇപ്പം ഞങ്ങളെ തന്നെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കലായിട്ട്. ആദ്യം ഈ മിത്രം ഒരു ജനസേവന കേന്ദ്രമായിരുന്നു. അതിന് സ്വന്തം പ്രൊഡക്റ്റായിട്ട് മറ്റു കാര്യങ്ങൾ കൊണ്ടുവന്നു. മാട്രിമോണി സർവീസ് കൊണ്ടുവന്നു. മാട്രിമോണി സർവീസ് എല്ലാം ഒരു പ്രത്യേകതയുണ്ട്. കാരണം സാധാരണ രീതിയിൽ ഒരു 10,000 രൂപ 15,000 രൂപ അല്ലെങ്കിൽ 8,000 രൂപ വേണം സാധാരണ മാട്രിമോണിയൽ സർവീസ് ഒരാൾ കിട്ടണമെങ്കിൽ. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇത്രയും സെൻറ്റർ ഉള്ളതുകൊണ്ടും ആ സെൻറ്ററുകളിൽ മറ്റ് മൗത്ത് രീതിയിലാണ് നമ്മുടെ പരസ്യങ്ങൾ കാര്യങ്ങൾ കൂടുതലും വരുന്നത്. കാരണം അല്ലാതെ കോടികളും ലക്ഷങ്ങളും മുടക്കി നമ്മൾ പരസ്യം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് ചെയ്യാൻ പറ്റും. കാരണം അവിടെ 10,000 കൊടുക്കുന്ന അതേ സർവീസ് ഇവിടെ 1000-ന് ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങൾക്ക് ഓരോ സ്ഥലത്തും പ്രത്യേകമായിട്ട് സ്റ്റാഫിനെ വെക്കേണ്ട, AC വെക്കേണ്ട, സ്ഥാപനം വേണ്ട, ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും സെൻറ്ററുകൾ ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ എമൗണ്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ പല പ്രൊഡക്റ്റുകളും അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ പ്ലാനുണ്ട് ഈ മിത്രം വഴി. ഓക്കെ. ഇനി ഈ മുന്നോട്ട് ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ചേട്ടൻ അങ്ങനെയുള്ള, അല്ലാതെ മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനെയൊന്നും ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല? അത് ഇപ്പോൾ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലാതെ അതിൻ്റെ ആയിട്ട് വേറെ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഇല്ല, ഇത് പഠിക്കാൻ വേണ്ടി, അതായത് ഇതെങ്ങനെ നടക്കുന്നത് ചെയ്തെങ്ങനെ നടക്കുക ആ രീതിയിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഓക്കെ. ഈ ഇപ്പോൾ പറഞ്ഞല്ലോ തമിഴ്നാട്ടിലേക്കും ഒരു ബ്രാഞ്ച് നമ്മൾ എടുക്കുകയാണെന്ന്. അപ്പം തമിഴ്നാട്ടിൽ എവിടെയാണ് വരുന്നത്, എങ്ങനെയാണ് അത്, ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഒരു വേറെ രീതിയിലാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ പോലെ ഞാൻ വെച്ചാൽ ആ സ്ഥലത്ത് പോയി കുറച്ച് നാൾ നിന്ന് പഠിച്ച് നമ്മൾ തന്നെ ആദ്യം ഒന്ന് അറിയണം ഈ സംഭവത്തെക്കുറിച്ച്. എങ്കിൽ മാത്രം നമുക്കൊരാളെ വെച്ച് നമുക്ക് അവരോട് ഇന്ന ചെയ്യാനും അവിടുത്തെ ബുദ്ധിമുട്ട് എന്താണെന്നല്ല. ഇപ്പം ഞാൻ തന്നെയാണ് ഫീൽഡിലെല്ലാം ബോർഡിന് തുടക്കത്തിൽ കാര്യങ്ങൾ ചെയ്തത്. ഇപ്പോഴാണ് സ്റ്റാഫ് കാര്യങ്ങളെല്ലാം ആയത്.
അപ്പോൾ ഇപ്പോഴും ചേട്ടൻ തന്നെയല്ലേ ഈ 2600-ഓളം ഫ്രാഞ്ചൈസികൾ ഹാൻഡിൽ ചെയ്യുന്നത് ചേട്ടൻ തന്നെയല്ലേ? ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട്, ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അവർ കൂടുതലായിട്ടും CEO എന്ന രീതിയിൽ ഞാനാണ് ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, വീട്ടിലെ ഫാമിലി സപ്പോർട്ട് എത്രത്തോളമായിരുന്നു ചേട്ടന് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പം? കാരണം വീട്ടിലത്തെ ഒരു കണ്ടീഷൻ വെച്ചാണെങ്കിൽ ഞാൻ ചെയ്ത ഒരു കാര്യത്തിൽ വലിയൊരു നഷ്ടം വന്നിരുന്നു. റബ്ബർ സ്ലോട്ടിങ്ങിൻ്റെ ബിസിനസ്സിൽ എനിക്ക് നല്ല നഷ്ടം വന്നിരുന്നു. ആ നഷ്ടം വന്നതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിലോട്ട് പോകാൻ അവർക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്തപ്പം ഈമിത്രം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ എറണാകുളത്ത് വന്നിട്ട് ഞാൻ കൂടുതൽ ഡെവലപ്പ് ചെയ്തത്. അന്നേരം എറണാകുളത്തൊരു ജോലിയാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഒരു 25,000 രൂപ സാലറിക്ക് ജോലിയാണ്. അതങ്ങനെ നാട്ടുകാരോടും കൂട്ടുകാരോടും എല്ലാം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ആരോടും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അതായത് ഞാനൊരു 600 ഫ്രാഞ്ചൈസി ആയി എൻ്റെ ഇൻ്റർവ്യൂ എല്ലാം വരാൻ തുടങ്ങിയ പിന്നെയാണ് നാട്ടുകാരറിയുന്നത് എൻ്റെ ആണെന്ന്. അല്ലാതെ ആർക്കും അറിയത്തില്ലായിരുന്നു. ബന്ധുക്കാർക്ക് വരെ അറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ കാരണം എന്തായെന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. അതെ, അന്ന് നെഗറ്റീവ് പറഞ്ഞവർ ഇന്ന് പോസിറ്റീവായിട്ട് കാണുമ്പോൾ എത്രത്തോളം അഭിമാനമാണ് ചേട്ടന്? തീർച്ചയായും കുറേ ആൾ അന്ന് ആ സമയത്ത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ ഞാൻ ആ ചെറിയ ജനസേവന കേന്ദ്രം ഒരെണ്ണം തുടങ്ങിയപ്പോൾ തന്നെ ആൾക്കാർ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നെല്ലാം ചോദിച്ചു എന്നോട് കുറേ പറഞ്ഞ ടീമുണ്ട്. പക്ഷെ അതിലൂടെയാണ് അതൊരു സ്റ്റാർട്ടിങ് ആയിരുന്നു. അതിലൂടെയാണ് ഇന്ന് 2600-ലധികം ഫ്രാഞ്ചൈസികളിൽ നിൽക്കുന്നത്. അതിലൂടെയാണ് ഒരു ഐഡിയ, ഒരു ബിസിനസ് ഐഡിയ കിട്ടി. അതുകൊണ്ട് എനിക്ക് ഒരു വരുമാനം ഉണ്ടാക്കി ഞാൻ വീട് വെച്ചു, കാർ മേടിച്ചു. അതല്ല, കാരണം ഇത്രത്തോളം പേർക്ക്, അതായത് 2600-ഓളം പേർക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ ആ ഓൺടർപ്രണർക്ക് 2600 ഓൺടർപ്രണർ ഞാൻ സൃഷ്ടിച്ചു. അവരിലൂടെ ആയിരക്കണക്കിന് ഒരു തൊഴിൽ കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റി. അതാണ്, മറ്റ് ബിസിനസ്സുകാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ചേട്ടൻ്റെ ഐഡിയാസും തിങ്കിങ്ങും. അതെനിക്ക് ചെറുപ്പം തൊട്ടേ അങ്ങനെ ആയിരുന്നല്ലേ? ചെയ്യണം, അത് നമുക്കുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രം അങ്ങനെ ചിന്തിച്ചു പോകുന്ന. വളരെ സിമ്പിൾ ആൻസർ. നമ്മൾ വളർന്നു വന്ന സാഹചര്യം ഒക്കെ ആവാം അല്ലേ? തീർച്ചയായും. കാരണം വെച്ചാൽ അതൊന്നുമല്ല. അതിൽ ഒരു ഉദാഹരണം ശരിക്കും തന്നെ പറയാം. ഇപ്പം എന്നെ സംബന്ധിച്ചോളം നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണെങ്കിൽ ഞാൻ വളരാനുള്ള കാരണം, എനിക്ക് എൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചു പോയതാണ്, 1.5 വയസ്സിന് മരിച്ചു പോയ. പിന്നെ അമ്മ ബുദ്ധിമുട്ടായിരുന്നു കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ 3 പെങ്ങന്മാരാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേറെ ആളില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം എടുത്ത് പല കാര്യങ്ങളും ചെയ്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ഈ സപ്പോർട്ടുള്ള അവരെ നോക്കുവാണെങ്കിൽ അവരന്നും പഴയ പോലെ തന്നെയാണുള്ളത്. നമുക്കതില്ലാത്തത് കൊണ്ട് തന്നെ, സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വേണ്ടി അങ്ങനെ സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ടല്ലേ? അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ ഞങ്ങളുടെ ഒപ്പം വെൽത്തി സ്പോട്ട്ലൈറ്റിൽ വന്നിരിക്കാൻ അവസരം കിട്ടിയത്. ചേട്ടാ ഈ പറഞ്ഞ പോലെ സാധാരണക്കാരനിൽ നിന്ന് വലിയൊരു സക്സസ് മാനായിട്ട് ഇന്ന് നമ്മുടെ ഒപ്പം ഇരിക്കുന്നു. നമ്മൾ ഈ ബിസിനസ്സുകാർക്ക് പ്രധാനമായി വരുന്നൊരു കാര്യമാണ് പൈസ എന്നത്. ബിസിനസ് സാധാരണപ്പെട്ടവർക്കും പ്രധാനപ്പെട്ടാണ്, എന്നാൽ പൈസ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി. ചേട്ടന് ഈ ബിസിനസ് കരിയറിൽ എപ്പോഴെങ്കിലും കൺസിസ്റ്റൻസി ഇല്ലായ്മയായിട്ട് വന്നിട്ടുണ്ടോ പൈസ? ആ സമയത്ത് എന്തായിരുന്നു ചേട്ടൻ, എങ്ങനെയായിരുന്നു ഇത് റിക്കവർ ചെയ്തത്? എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയ എമൗണ്ട് വെച്ച് ചെയ്തതൊന്നും അല്ല. കാരണം ഞാൻ എന്ത് ചെയ്യണം, കാരണം ഒരു രീതിയുണ്ട്. കാരണം എല്ലാം റെഡിയായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറില്ല. ഇപ്പം ബിസിനസ് ചെയ്യണം, ഇപ്പം പലരും എന്തുകൊണ്ടാണ് നിങ്ങളൊന്നും ചെയ്യാതെ, ഫണ്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഫണ്ടില്ലാത്തതുകൊണ്ടാണ്. ക്യാഷ് ഇല്ലായിരുന്നു. ക്യാഷ് ഉള്ളവരായിരുന്നു. ഇപ്പോൾ കുറേ ക്യാഷ് ഉണ്ടായിട്ട് അവരൊന്നും ചെയ്യാതിരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒന്നുമില്ല, അത് ചെറിയ നിസ്സാര എമൗണ്ട് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഞാൻ കൂടുതലും വർക്കുകൾ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ചെയ്തത്. പിന്നെ അധികം ചിലവ് ഇല്ലാതെയാണ് ഞാൻ തുടക്കം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എറണാകുളത്തോട്ട് വരുമ്പോൾ തന്നെ ഒരു സീറ്റ് എടുത്താണ് ചെയ്തത്. ഒരു ഓഫീസിലൊരു സീറ്റ് എടുത്തിട്ട് ആ സീറ്റിൽ നിന്നുകൊണ്ടാണ് ബിസിനസ് ചെയ്തത്. അന്നേരം എന്നെ സംബന്ധിച്ചോളം ചെറിയ ചിലവുണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് കൂടി അവിടെ 2 സീറ്റ് എടുത്തു, 3 സീറ്റ് എടുത്തു. 4ാമത്തെ സീറ്റ് എടുത്തപ്പോൾ സ്വന്തമായിട്ട് ഓഫീസാക്കി. കാരണം ഇപ്പം വളരെ ബിസിനസ് ചെയ്യാനായിട്ട് കുറേ എമൗണ്ട് കയ്യിൽ വേണമെന്ന് ആ രീതിയിൽ ഇപ്പം കുറഞ്ഞു. ഇപ്പം പല കാര്യങ്ങളും നമുക്കല്ലാതെ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം കോവർക്ക് സ്പേസ് ഉണ്ട്, അതെല്ലാം ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ബുദ്ധിമുട്ട് വന്ന സമയത്ത് എന്നെ സംബന്ധിച്ചോളം ഞാൻ ബാങ്കിൽ ഫണ്ടിന് വേണ്ടി പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കാണിക്കാൻ ഒരു സാധനമില്ല. ഇപ്പം ഞാൻ പല ബാങ്കിലും പോയിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ, എൻ്റെ ആശയങ്ങൾ കാര്യങ്ങളും ഉണ്ട്. അവരത് കേൾക്കാൻ വരുന്നില്ല. കാരണം അത്രത്തോളമാണ്. കാരണം അവർക്ക് ഒരു കാണിക്കാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് മറ്റു ഫണ്ടുകൾ
കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരോട് എൻ്റെ ആശയങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്, എന്നിട്ട് ആരും അംഗീകരിച്ചിട്ടുമില്ല. പിന്നെ ചെറിയ എമൗണ്ടെല്ലാം തുടക്കത്തിൽ എനിക്ക് കൂട്ടുകാർ എന്നെ നല്ല ഹെൽപ്പ് ചെയ്തിരുന്നു. ഒരു ചെറിയതായിട്ടുള്ള അതായത് 1,00,000 രൂപ, 50,000 രൂപ അങ്ങനെയുള്ള വായ്പ തന്നിട്ട്, അതായത് കുറച്ച് നാളത്തേക്ക് വായ്പ തരും, ആ രീതിയിൽ ചെയ്തിരുന്നു. അതാണ് ഫണ്ടിങ്ങിൻ്റെ ഇത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ബാങ്കിൽ പോയിട്ടുണ്ട്. അപ്പം അതേപോലെയുള്ളതാണ് കടം എന്നത്. കടം എന്നത് നമ്മൾ പൊതുവേ കടം ചോദിക്കുക, കടം വാങ്ങിക്കുക, പൊതുവേ നമ്മൾ കേൾക്കുന്ന ഒരു വേർഡാണ് നമ്മുടെ ലൈഫിൽ. അപ്പം സാധാരണപ്പെട്ട ഒരാൾ കടം വാങ്ങിച്ചു അല്ലെങ്കിൽ കടം വന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര മാനക്കേട് പോലെ ഒരു സംഭവമാണ്. എന്നാൽ അറ്റ് ദ സെയിം ടൈം ബിസിനസ്സുകാരൻ കടം വാങ്ങിച്ചു കഴിയുമ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. അതെന്താ അങ്ങനെ? അതിനെപ്പറ്റി ചേട്ടൻ എന്താ പറയാനുള്ളത്? ബിസിനസ്സുകാർ വാങ്ങുന്നത്, സാധാരണ ഒരാൾ കടം വാങ്ങുന്നത് ചിലപ്പം വീട് വെക്കാനോ മറ്റു കാര്യം, അത് ലേബിലിറ്റി ആയിട്ടാണ് മാറുക. പക്ഷേ ബിസിനസ്സുകാരനെ സംബന്ധിച്ചോളം അതൊരു എന്തെങ്കിലും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യത്തിനാണ്, അതുകൊണ്ടായിരിക്കാം കൂടുതലും വരിക. അതുകൊണ്ടാണ് തോന്നുന്നു ബിസിനസ്സുകാർക്ക് കൂടുതലും കൊടുക്കുന്നത് കടമല്ലേ? ഓക്കെ. ഈ പൈസ എന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പൈസയ്ക്ക് വേണ്ടി ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ഓടുന്നുണ്ട്, പൈസയുടെ പിറകിൽ നിറയെ ഓടുന്ന ഒരു വ്യക്തികളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ. എന്നാൽ അറ്റ് ദ സെയിം ടൈം അവരവരുടെ ഹെൽത്ത് നോക്കുന്നില്ല. രാവിലെ പണിയെടുത്താൽ 24 മണിക്കൂറും കണ്ടിന്യൂസ് ഹാർഡ് വർക്ക് ചെയ്താണ് സക്സസ്സിലേക്ക് എത്തുന്നത്. എന്നാൽ ഹെൽത്ത് നോക്കുന്നില്ല. ചേട്ടൻ അങ്ങനെ ഒരു വ്യക്തിയാണോ? പൈസ മാത്രം ഫോക്കസ് ചെയ്ത് ഹെൽത്ത് നോക്കാത്തൊരു വ്യക്തിയാണോ? ഇല്ല, തീർച്ചയായും അങ്ങനെയല്ല. കാരണം ഒരു സമയത്ത് എനിക്ക് ചെയ്യേണ്ടി വന്നിരുന്നു. കാരണം ഇതിനുവേണ്ടി തുടക്ക സമയത്ത് കൃത്യമായിട്ട് ഇതിനു വേണ്ടി തന്നെ ഓടേണ്ട വന്നിരുന്നു. അന്നേരം കുറച്ചൊരു ഹെൽത്ത് നോക്കാതെ കുറേ കാലം അങ്ങനെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പല കാര്യങ്ങളും യോഗ പോലുള്ള പല കാര്യങ്ങളും ചെയ്യാറുണ്ട്, അതുകൊണ്ട് അത് നോക്കാറുണ്ട്. എക്സസൈസും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്. ശരി, തീർച്ചയായും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പണം ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ജീവിതവും ഇല്ല, പിന്നെ പോയില്ലേ. അതുകൊണ്ട് തന്നെ നോക്കാറുണ്ട് തീർച്ചയായും. അതെ, അത് നോക്കാറുണ്ടല്ലേ. അപ്പം പണവും ഇമ്പോർട്ടൻ്റ് ആണ്, ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അതെ. ഈ പറഞ്ഞ പോലെ ബിസിനസ്സുകാർക്ക് പൊതുവേ എന്താ പറയുക, ബിസിനസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ഈ 2600 ഫ്രാഞ്ചൈസി ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ 2600 ഫ്രാഞ്ചൈസികളിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. ഈ പ്രോബ്ലംസ് എല്ലാം എങ്ങനെയാണ് ചേട്ടാ ഹാൻഡിൽ ചെയ്യുന്നത്? അതെല്ലാം ഓരോ സിസ്റ്റം ആക്കിയിട്ടുണ്ട്. കാരണം ഇന്ന കാര്യങ്ങൾ ഇന്ന ആളെ വെച്ചിട്ട് ഓരോ ആൾക്കും വിട്ടുകൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായും കൂടുതലും പ്രശ്നങ്ങളും എൻ്റെ അടുത്തോട്ട് എത്താറില്ല. അതിന് കൃത്യമായ ട്രെയിനിങ് കൊടുത്ത് അത് അവിടെ എന്താണോ വേണ്ടത്. കാരണം നമ്മളെ സംബന്ധിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ളവരാണ്, 6-7 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നമ്മുടെ ഈ സെൻറ്ററുമായിട്ട് കൂടുതലും ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് ആ സപ്പോർട്ടിൻ്റെ കാര്യത്തിലാണോ എന്താണല്ലോ അവർ നല്ല രീതിയിൽ തന്നെ എൻ്റെ അടുത്ത് എത്തുന്നതാണോ. കുറച്ച് വലിയ സീരിയസ് ആയ കേസുകൾ മാത്രമേ എൻ്റെ അടുത്ത് എത്തുള്ളൂ. അത് നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം ഇത് നമ്മൾ ഇത്ര എക്സ്പീരിയൻസ് അല്ലേ, എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് നേരത്തെ തന്നെ അറിയാമല്ലോ. അവിടെ എന്തുവരെ ചെയ്യാൻ പറ്റും, അവരെന്താണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് ആദ്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതിൻ്റെ റെമഡി എന്താണെന്ന് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റും. ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ചാടിക്കയറി ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ഒന്നും അറിയാതെ ഫെയിലായി പോകുന്നവർ. അപ്പം അവരോട് എന്താ ചേട്ടന് പറയാനുള്ളത്? അതായത് ഇപ്പോൾ സാധാരണ നാട്ടുമുറി തന്നെ പറയും, ഒരു ഹോട്ടൽ തുടങ്ങണമെങ്കിൽ ഒരു ചായ അടിക്കാനെല്ലാം പഠിക്കണം. അതെ, ശരിയാണ്, അത് കറക്റ്റാണ്. കാരണം ഇപ്പോൾ ഒരു ദിവസം ഒരു ചായ അടിക്കാനില്ലെങ്കിൽ മുതലാളിയാണ് പഠിക്കണം. അതേപോലെ ഏത് കാര്യമാണ് അതിനെക്കുറിച്ച് പഠിച്ച് ചെയ്യുക എന്നതാണ്. പിന്നെ ഒന്നും അറിയാം ചില ആൾക്കാർ ചെയ്യുന്ന അതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത കാര്യം കുറച്ചൊരു ഫണ്ട് എടുത്ത് വന്ന് ആരോടെങ്കിലും പൈസ മേടിച്ച് ചെയ്യുക. അങ്ങനെ നോക്കുക. നമുക്ക് അറിയണം, കാരണം എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പിന്നെ കൂടുതലും അതിൻ്റെ സാധ്യതകൾ പഠിച്ച് മനസ്സിലാക്കുക. ഇത് എത്ര കാലം നിൽക്കാൻ പറ്റുന്നു, ഇത് സാധ്യതകൾ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പം STD ബൂത്ത് ഇപ്പോൾ ഇല്ല, പക്ഷേ അത് ആ STD ബൂത്ത് നിൽക്കാറായപ്പോൾ ആ സാധ്യത മനസ്സിലാക്കി മൊബൈൽ ഷോപ്പ് തുടങ്ങിയ ആൾക്കാരില്ലേ, അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നില്ലേ. അതേപോലെ തന്നെ അതിലോട്ട് ആഡ് ഓൺ ചെയ്ത് പോകാൻ പറ്റുന്ന പല പരിപാടികളും ഈ സംഭവം നിന്ന് കഴിഞ്ഞാലും അടുത്ത പുതിയ അതിലോട്ട് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന രീതി അങ്ങനെയെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ പഠിച്ചിട്ട് ചെയ്യുക, അതാണ് ഞാൻ കൂടുതലും. കാരണം നമ്മൾ എന്താണോ ചെയ്യാൻ മതി. ഇപ്പം ഞാൻ തന്നെ ആണെങ്കിൽ എനിക്ക് ഇത് നന്നാക്കാൻ പറ്റിയത് കാരണം എനിക്കൊരു ജനസേവനം നടത്തിയ എക്സ്പീരിയൻസ് ഉണ്ട്, 1 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത്, എത്താൻ പറ്റിയത്. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു വർക്കിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പഠിച്ചിട്ടിറങ്ങുക അല്ലേ? ചേട്ടൻ ഈ മിത്രം എന്ന് പറയുന്ന ഈ സംരംഭം തുടങ്ങിയിട്ട് എല്ലാം കൂടെ എത്ര വർഷമായി? ഇപ്പോൾ 9 വർഷമായി.
9 വർഷമായി. ഈ 9 വർഷത്തെ സക്സസ് കരിയർ എന്ന് തന്നെ പറയും. അടുത്തൊരു സ്റ്റേജിലേക്ക് നമ്മൾ എക്സ്പാൻഷനിലേക്ക് പോവാല്ലേ. അപ്പം ഈ 9 വർഷത്തെ സക്സസ് കരിയറിൽ എന്തെല്ലാം ക്രൈസിസ് ചേട്ടന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്? ചില പ്രശ്നങ്ങൾ ചിലപ്പം വന്നതെല്ലാം ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ഇപ്പോൾ കൊറോണ വന്നു. കൊറോണ സമയത്ത് നമ്മുടെ സ്റ്റാഫുകൾ ആരും വരുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ആ രീതിയിലുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് നമ്മൾ മീറ്റിംഗ് എല്ലാം വിളിക്കുമ്പോൾ ആരും എത്തില്ല. കാരണം പിന്നെ എല്ലാം നമ്മളൊരു ടീം തന്നെ നിർത്താൻ പോകുകയല്ലേ എന്നുള്ള തീരുമാനം അവരാദ്യം എടുത്തിരുന്നു. കാരണം ഇത് മുന്നോട്ട് പോകില്ല എന്നുള്ള കണ്ടീഷൻ അവർ തന്നെ എടുത്തു. എല്ലാം ക്ലോസ് ചെയ്യുക എന്നുള്ള കണ്ടീഷൻ പറഞ്ഞത് നമ്മുടെ ടീമല്ല. അന്നേരം എനിക്ക് തീരുമാനം എടുത്തു, ഇനി എല്ലാ കാര്യത്തിനും റെമഡി ഉണ്ടാവുമല്ലോ. കാരണം പിന്നെ ഓൺലൈൻ എന്നുള്ള ഇപ്പം ആൾക്കാർ ജീവിക്കണമല്ലോ, ഈ പുറത്തിറങ്ങാൻ പറ്റുന്നതിലും ജീവിക്കണമല്ലോ. അന്നേരം എല്ലാം ഓൺലൈനിലോട്ട് വന്നു. മറ്റേ നേരിട്ട് പോയി കാണുന്നതെല്ലാം ഇപ്പോൾ ഓൺലൈനിൽ വന്നു. ട്രെയിനിങ് എല്ലാം ഓൺലൈനാക്കി. അതോടെ ഞങ്ങൾക്ക് ലാഭം കൂടുകയാണ് ചെയ്തത്. തീർച്ചയായും. അല്ലെങ്കിൽ ഒരാൾ ട്രെയിനിങ് എടുക്കാൻ അവിടുത്തെ സപ്പോർട്ട് വേണ്ട നമ്മൾ അവിടെ എത്തണമായിരുന്നു. ഇപ്പോഴത്തെ സംബന്ധിച്ചോളം വളരെ എളുപ്പമാണ്, നമുക്ക് ഓൺലൈനിൽ കൂടെ ചെയ്യാൻ പറ്റും. പിന്നെ സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ വന്നിട്ടുണ്ട്. അന്നേരം നമ്മളെ സംബന്ധിച്ചോളം ഈ ബാങ്ക് ലോണ് കിട്ടില്ല. അന്നേരം നമ്മൾ കൂടുതലും ഓൺലൈൻ ലോണുകളെ അന്ന് നോക്കിയിരുന്നു. പക്ഷെ അതെല്ലാം വലിയൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് രീതിയിലാണ് നമ്മൾ എടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അന്ന് ആ റിസ്ക് എടുത്ത് ചെയ്തത് കൊണ്ട് ഇന്ന് അതിൻ്റെ റിസൾട്ട് നമുക്കറിയാൻ പറ്റും. അപ്പം ഞാനൊരു ചുമ്മാ കുസൃതി ചോദ്യം, സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കാം. ബിസിനസ് മാനാണ്, ബിസിനസ് കരിയറാണ്. അപ്പോൾ ചേട്ടന് പെട്ടെന്ന് കുറച്ച് കാശ് വെറുതെ കിട്ടുമെന്ന് വിചാരിച്ചു. വെറുതെ ഭയങ്കര സിമ്പിളായിട്ട് ചേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ വരുമെന്ന് വിചാരിച്ചു. ആ പൈസ കൊണ്ട് എന്ത് ചെയ്യും? വെറുതെ ഒരു പറഞ്ഞാൽ അത് എവിടുന്നാണ് വന്നതെന്നുള്ളത് ഹോൾഡ് ചെയ്ത് വെക്കുകയുള്ളൂ, അല്ലാതെ വേറൊന്നും ചെയ്യാൻ നിൽക്കില്ല. കാരണം വെറുതെ കിട്ടിയ ഒരു സാധനം അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അത് ഒന്നും ചെയ്യാൻ നിൽക്കില്ല. അത് അക്കൗണ്ടിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുക ഞാൻ ചെയ്യുള്ളൂ. കാരണം അപ്പോൾ അതെടുത്ത് മറ്റൊരു കാര്യം ചെയ്താൽ അതിൻ്റെ ഒറിജിനൽ ആൾ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണ്ടേ, അതുകൊണ്ട് ഞാൻ ഹോൾഡ് ചെയ്യുള്ളൂ. ഞാൻ കഷ്ടപ്പെട്ട് വളർന്നത് കൊണ്ട് എനിക്ക് മറ്റാരെയും നമ്മൾ പൈസ എടുക്കുന്നത് ശരിയല്ലല്ലോ, മോശമായ കാര്യമാണ്. ഇപ്പം ചേട്ടൻ ഇപ്പം കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ മുന്നോട്ട് ഒത്തിരി ആൾക്കാർ ഒരു ബിസിനസ് വളർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നവരുണ്ട്, അതിൽ ഫെയിലാവുന്നവരുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. അവരോട് ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ചേട്ടൻ എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? കൂടുതൽ പറഞ്ഞാൽ ഈ ഫണ്ട് വേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് അതിൻ്റെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുമോ നോക്കണം. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്തിട്ട് പകുതി വഴിക്ക് ഇട്ടിട്ട് പോകുന്നു, ഫണ്ടില്ലാതെ ഇട്ടിട്ട് പോകുന്ന പല കാര്യങ്ങളുണ്ട്. അത് ഞാനിപ്പോൾ തന്നെ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. കാരണം ഈ സംഭവം അല്ലാതെ ഞാൻ എന്തുകൊണ്ടാണ് ഒരു സർവീസ് ഓറിയൻറ്റഡ് സംഭവം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ക്യാഷ് കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. തീർച്ചയായും ഇപ്പം പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇപ്പം ഇഷ്ടംപോലെ ഐഡിയകളും കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്താൽ അതിന് ഹ്യൂജ് എമൗണ്ട് അവിടെ ഇറക്കണം. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അതായത് ഒന്നും ചെയ്യാതിരിക്കുക എന്നല്ല, ചെയ്യുക. ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ചെറുതായാലും അത് റൺ ചെയ്യാൻ പൂർത്തീകരിച്ച് അതിൻ്റെ പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്ന സംവിധാനമായിരിക്കണം. അതായത് ഇപ്പം വർഷങ്ങൾ എടുത്ത് കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ അകത്ത് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് കുറേ എമൗണ്ട് വേണം. ആ എമൗണ്ട് നമ്മുടെ കയ്യിലില്ലെങ്കിൽ അത് ചെയ്യരുത്. അതായത് ചെറുതായിട്ടാണെങ്കിലും ചെയ്ത് അതിൽ കൂടെ റിസൾട്ട് ഇൻകം വരുത്തിക്കാൻ പറ്റുന്ന സംവിധാനമാണ് ഏറ്റെടുത്ത് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അത് ഡെവലപ്പ് ചെയ്യാമല്ലോ നമുക്ക്. ഓക്കെ. ഇപ്പം ഞാനാണെങ്കിൽ തന്നെ ഇപ്പോൾ ബാങ്ക് ലോണോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ, കാരണം എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് വരുന്ന ക്യാഷാണ് എടുത്ത് നേരെ ഞങ്ങളുടെ കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ കുഞ്ഞു കാര്യങ്ങൾ ചെയ്യൂ, കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും അത് എഫക്റ്റീവായിട്ട് ചെയ്യാം, ഔട്ട് എടുക്കുക. നമുക്ക് റിസൾട്ട് കിട്ടുന്ന സാധനമായിരിക്കണം. എന്നിട്ട് അതിൽ കൂടെ പിന്നെ അത് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ, ആ രീതിയിലോട്ട് ചേർക്കാം. പിന്നെ ബിസിനസ് ചെയ്യുമ്പോൾ അറിയാം, സാധാരണ കുറച്ച് ഇപ്പം ഞാനെ സംബന്ധിച്ചും ഇപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഇങ്ങനെ കഥകളും കാര്യങ്ങളും പറയുന്നത് അതിനു മുമ്പ് കഷ്ടപ്പാട് തന്നെ ആയിരുന്നു. കാരണം വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം സ്റ്റാഫിന് സാലറി കൊടുക്കണം. പക്ഷേ ലാസ്റ്റ് നോക്കുമ്പോൾ എൻ്റെ കയ്യിലൊന്നും പൈസ ഉണ്ടാവില്ല. കാരണം ബാക്കി എല്ലാവർക്കും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് നോക്കുമ്പോൾ എൻ്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല. ആ സമയത്തെ കഷ്ടപ്പാടിൻ്റെ റിസൾട്ടാണ് ഇപ്പം അനുഭവിക്കുന്നത്.
യെസ്. അതുപോലെ തന്നെ ഈ 2028 ഈ മിത്രം ഭയങ്കര എക്സ്പാൻഷൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എത്രത്തോളം എക്സ്പാൻഷൻ ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാൻ? ഞങ്ങൾ ഓൾ ഇന്ത്യ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്, പാൻ ഇന്ത്യ എടുക്കാനുള്ളത്. അതായത് 1,00,000 ഫ്രാഞ്ചൈസി, യെസ്, അതാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കും, ഓക്കെ എനിക്കൊരു ഫ്രാഞ്ചൈസി തുടങ്ങാൻ പറ്റുമെങ്കിൽ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എങ്ങനെയാണ് ഇത് നമുക്ക് തുടങ്ങാൻ പറ്റുക? അതായത് ഞങ്ങൾ തുടങ്ങാൻ വേണ്ട കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ആയിട്ട് വേണ്ട ആധാർ കാർഡും പാൻ കാർഡും ഒരു കടമുറിയും ഒരു കമ്പ്യൂട്ടർ ഒരു പ്രിൻ്ററും കൊണ്ട് ആർക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ചിലർ വീട്ടിലിരുന്ന് ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഞങ്ങളുടെ നമ്പറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ സൈറ്റിൽ കയറി രജിസ്റ്റർ CSP എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ടീം അവരെ വിളിച്ച് അവരോട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കും. അതായത് എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, എന്താണ് ഞങ്ങളുടെ ബാക്കിൻ്റെ സപ്പോർട്ട്, എന്തുകൊണ്ടാണ് ചിലവർ തുടങ്ങിയിട്ട് നിർത്തിപ്പോകുന്നത്, ചില ജനസേവനങ്ങൾ നമ്മൾ തുടങ്ങിയിട്ട് നിർത്തി പോകുന്നില്ലേ, അതിൻ്റെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ്, ബാക്കിൻ്റെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതലും നിന്ന് പോകുന്നത്. ഞങ്ങളുടെ സപ്പോർട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ, അങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്ത് കൃത്യമായി പറഞ്ഞു കൊടുത്ത് അവരെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി അവരൊരു സർവീസ് ഓറിയൻറ്റഡ് ഈ സംഭവം ഞാൻ ചെയ്യാൻ പറ്റിയ ആളാണെങ്കിൽ അവർക്ക് ആ ഫ്രാഞ്ചൈസി നിങ്ങൾ കൊടുക്കും. ഡയറക്റ്റ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ അല്ലേ നിങ്ങളുടെ വെബ്സൈറ്റ് വഴിയോ ഫോൺ വഴിയോ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. കാരണം ഒരാൾക്ക് ഒരു ചെറിയ എമൗണ്ടിൽ തന്നെ തുടങ്ങാൻ പറ്റിയ ബിസിനസ്സാണ്. കാരണം എത്ര പേര് നമ്മുടെ നാട്ടിലെല്ലാം വെറുതെ ജോലിയില്ലാതിരിക്കുന്നു. പിന്നെ ഒരു കുറച്ചൊരു എമൗണ്ട് മുടക്കി ചെയ്യാൻ പറ്റും. ഒരു 1,00,000 രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സാണ്. ഒരു കമ്പ്യൂട്ടർ പ്രിൻ്ററും ഒരു കടമുറിയല്ലേ ഉള്ളൂ. പിന്നെ 1-2 നാട്ടിലുള്ളവർക്ക് തൊഴിൽ കൊടുക്കാനും പറ്റും, 2 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. പിന്നെ നാട്ടുകാർക്ക് അവർക്ക് പല കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുള്ള ആ സന്തോഷം കൂടെ ഉണ്ടല്ലോ. കാരണം പെൻഷൻ ഇല്ലാത്തവർക്ക് പെൻഷൻ ഉണ്ടാക്കി കൊടുക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് കൊടുക്കാമല്ലോ. ഒരു സർവീസ് ഓറിയൻറ്റഡ് മൈൻഡുള്ള ആർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ പുതിയ ബിസിനസ് തുടങ്ങാൻ, ഏത് തരത്തിലുള്ള ബിസിനസ് ആയിക്കോട്ടെ, പുതിയ ബിസിനസ് തുടങ്ങാൻ താല്പര്യപ്പെടുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ചേട്ടൻ്റെ ഈ 9 വർഷത്തെ സക്സസ് കരിയറിൽ നിന്ന് എന്താണ് അവർക്ക് കൊടുക്കാനുള്ളൊരു മോട്ടിവേഷൻ സ്പീച്ച് തന്നെ? ഇപ്പം എന്താണ് ചെയ്യണമെന്നൊരു തീരുമാനമുണ്ട്, ഇറങ്ങി ചെയ്യുക എന്നുള്ളൊരു ഇത്. കാരണം എല്ലാം സെറ്റായിട്ട് ചെയ്ത് നടക്കില്ല. ഇപ്പം എല്ലാം റെഡി ആയതിന് ശേഷം നടക്കില്ല. പക്ഷെ ചെറുതായിട്ടെല്ലാം ചെയ്യാൻ ശ്രമിക്കുക, അതാണ് ഞാൻ പറയുക. പിന്നെ മറ്റുള്ളവർ കൂടുതൽ സഹായിക്കും എന്നൊരു തോന്നൽ അതും ഒഴിവാക്കുക ശരിക്കും പറഞ്ഞാൽ. കാരണം കൂടുതൽ ആൾക്കാർ ഫണ്ട് വേട്ടെ, അവർ സഹായിക്കും ഇവർ സഹായിക്കും അങ്ങനെ തോന്നി വയ്ക്കാതെ നമ്മളായിട്ട് തുടങ്ങുക, അതാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. പിന്നെ പണിയെടുക്കുക സംഭവം. അതായത് പെട്ടെന്ന് തന്നെ ലാഭം ഉണ്ടാക്കാൻ കിട്ടും, അതുകൊണ്ട് നിർത്തിപ്പോകും. ആ ഒരു കണ്ടീഷൻ നിൽക്കരുത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 3-4 വർഷം ലാഭമില്ലാതെ കഷ്ടപ്പെട്ട് തന്നെ ഓടിക്കൊണ്ടിരുന്നതാണ്. അതിനുശേഷമാണ് റിസൾട്ട് വരാൻ തുടങ്ങിയത്. കാരണം എല്ലാം അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തെങ്ങ് നട്ട് അതിന് വെള്ളമൊഴിച്ച് കാര്യങ്ങൾ ഇപ്പം 5-6 വർഷം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ വരുമാനം കിട്ടുക. അതേ രീതിയിൽ തന്നെ നമ്മൾ ഇവിടെയും ശ്രമിക്കുക. ബിസിനസ് ചെയ്യാൻ നേരം ഒരു ജോലിക്കാരുടെ മൈൻഡൊന്ന് മാറ്റിയെടുക്കുക, അതേ രീതിയിൽ. കാരണം ഇപ്പോൾ ചിലവർ തുടങ്ങുക നിർത്തുന്നതും കാണാം പല കാര്യങ്ങൾ. പിന്നെ ചില കാര്യങ്ങൾ നിർത്തേണ്ട ചില ചെയ്തുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല, അത് നിർത്തുക തന്നെ വേണം. കാരണം അതിൻ്റെ റിസൾട്ട് ഇല്ലയെന്ന് കഴിഞ്ഞാൽ നിർത്തണം, അല്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നു നിർത്തരുത്. ഇടയ്ക്കൊരു ഫെയിലിയർ കാണും, ചിലപ്പോൾ ഒരു സക്സസിന്റെ ബിഹൈൻഡ് ആയിട്ടുള്ള ഒരു ഫെയിലിയർ ആയിരിക്കും അല്ലേ. ആശയം നല്ലതാണെന്ന് തോന്നിയാൽ അത് നിർത്താൻ പാടില്ല. അല്ലാതെ ചിലവർ കണ്ട് ഇപ്പോൾ ചിലർ തുടങ്ങുന്നു, ചില സ്ഥാപനങ്ങൾ തുടങ്ങുന്നു, നിർത്തുന്നു. അതെ. കാരണം കൂടുതലെന്ന് പറഞ്ഞിട്ട് അത് വേറെ എവിടെ നിന്നെങ്കിലും ഫണ്ട് കാര്യങ്ങളും കിട്ടി സ്വന്തമായിട്ട് അധ്വാനിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരും നിർത്തില്ല, പരമാവധി നന്നാക്കാൻ വേണ്ടി നോക്കും. ഇപ്പം ഞാൻ വീട്ടുകാർ നീ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ട് കൊടുത്താൽ ചിലപ്പോൾ അത് നന്നാകണമെന്നില്ല. അയാളുടെ എന്താണോ ടേസ്റ്റ് അതിന് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യാം. അതിനൊരു ബിസിനസ്, ഏത് സംഭവം ഇപ്പം ബിസിനസ്സായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പം ഈയിടെക്കുന്നുണ്ട് ഒരു ഷൂ കഴുകുന്നതാണ് ഇപ്പം ബിസിനസ്സായിട്ട് ഏറ്റെടുക്കും. എന്തെല്ലാം കാര്യമുണ്ട്. ആരെങ്കിലും വിചാരിച്ചു ഈ സംഭവം നടക്കും? ശരി, അതെ. എല്ലാ കാര്യത്തിലും ബിസിനസ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ തന്നെ ഈ മിത്രം തന്നെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ സംഭവം നടക്കുമെന്ന്? ഈ ചെറിയൊരു ഐഡിയ അല്ലേ ഇത്? തീർച്ചയായിട്ടും എല്ലാത്തിലും ഉണ്ട്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഇൻപുട്ട് ഇടുക, അതാണ് ചേട്ടന് പറയാനുള്ളത്. പിന്നെ ഒരു സിസ്റ്റം ഉണ്ടാക്കുക, കൃത്യമായ സപ്പോർട്ട്, എവിടെ എന്താണോ കൊടുക്കേണ്ട സർവീസ് അത് കൃത്യമായി കൊടുക്കുക. അതിന് നമ്മുടെ ഹാർഡ് വർക്ക് മാത്രം മതി, ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് മാത്രം മതി. തീർച്ചയായും. എനിവേ, ഇത്രയും നേരം നമ്മുടെ ഒപ്പം വെൽത്തി സ്പോട്ട്ലൈറ്റിലിരുന്ന് ചേട്ടാ ഈ സക്സസ് കരിയറിനെ പറ്റി ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി.
നിങ്ങളുടെ ആഗ്രഹം പോലെ 2028 ഈ മിത്രം എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം വലിയ സക്സസ് ആവട്ടെ. അറ്റ് ദ സെയിം ടൈം ഈ മിത്രം എന്നതിൻ്റെ പേരിൽ പല ഫേക്ക് ഐഡിയാസും വരുന്നുണ്ട്, ഫേക്ക് നെയിംസും വരുന്നുണ്ട് അല്ലേ? തീർച്ചയായും അങ്ങനെ ഏത് സംവിധാനം ഇപ്പം ഒന്ന് സക്സസ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏകദേശം ആ പേരിനോട് സാമ്യം വെച്ചിട്ട് പല കാര്യങ്ങളും വരും. കൃത്യമായിട്ട് നമ്മളുടെയും അതേപോലെ പേര് സാമ്യമായ പേര് വെച്ച് പലരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ചെയ്യുമ്പം ചെയ്യുന്നവർ മനസ്സിലാക്കി നോക്കുക ഒറിജിനലാണോ. ഇതാണ് ഈ മിത്രം എന്ന് പറയുന്ന സന്തോഷേട്ടൻ, ഇതാണ് ഈ മിത്രത്തിന്റെ ഓണർ CEO എന്ന് പറയുന്ന സന്തോഷേട്ടൻ. എനിവേ വലിയൊരു സക്സസ് 2028 ചെണ്ട ആഗ്രഹം പോലെ എക്സ്പാൻഷനോടുകൂടി പാൻ ഇന്ത്യ ലെവലിൽ വളരട്ടെ എന്ന് ആത്മാർത്ഥമായി വെൽത്തി സ്പോട്ട്ലൈറ്റിലെ എല്ലാവരും ആഗ്രഹിക്കുന്നു. സോ ഫൈനലി എന്താണ് നമ്മുടെ ഈ ഒരു കൺക്ലൂഷൻ മൊമെന്റിൽ പറയാനുള്ളത്? നമ്മളെ സംബന്ധം പറയുകയാണെങ്കിൽ തീർച്ചയായും പറയാം, ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും താങ്ക്സ്. അത്ര തന്നെയാണ്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ചേട്ടാ വന്നതിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.